യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്റെ ഇഷ്ടം ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിച്ചതാ. അപ്പോഴൊക്കെ എന്റെ കുടുംബത്തിനെ കുറിച്ചുള്ള ചിന്തകളാ നിന്നിൽ നിന്നും എന്നെ അകറ്റിയത്. പക്ഷെ ആ കുടുംബം ഇന്ന് എന്നോട് ചെയ്തത് എന്താണെന്നറിയാമോ? ഞാനെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി അമ്മ എല്ലാവർക്കും വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. നീ വിളിച്ചു പറഞ്ഞതുകൊണ്ടാ ആ സമയത്ത് എനിക്കവിടെ എത്താൻ പറ്റിയതും എല്ലാവരെയും രക്ഷിക്കാൻ പറ്റിയതും. എന്താ ഭാവന ഇത്? സത്യമാണോ നീ പറയുന്നത്? അതെ സൂര്യ, ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നായി തീരണമെന്നാ അവരുടെ എല്ലാ ആഗ്രഹം. കുടുംബഭാരം കാരണമാണ് ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാകാത്തത് എന്നുള്ള ചിന്തയാ അമ്മയെ കൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുപ്പിച്ചത്. അവരൊക്കെ അങ്ങനെ പറഞ്ഞാലും സൂര്യ, എനിക്കൊരു മനസാക്ഷിയില്ലേ? ഞാനില്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ തന്നെ എന്താവുന്ന എന്റെ പേടി. ഭാവന, തന്റെ ഈ കുടുംബ സ്നേഹമാണ് ഇന്നും എന്നെ അതിശയിപ്പിക്കുന്നത്. ഇതൊന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇനിയും നീ തന്നെ നിന്റെ കുടുംബത്തെ നല്ലതുപോലെ നോക്കണം. കൂടെ ഞാനും ഉണ്ടാവും. എനിക്കറിയാം സൂര്യ, സൂര്യക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഒപ്പം നിൽക്കാനും പറ്റൂ. അപ്പോ തന്റെ വാക്ക് കേട്ട് ഞാൻ വേറൊരാളെ കല്യാണം കഴിച്ചിരുന്നെങ്കിലോ? സൂര്യ, എന്നാ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ലായിരുന്നു. എന്നും നിന്റെ ഓർമ്മകളുമായിട്ട് ജീവിക്കുമായിരുന്നു. മുല്ലപ്പൂവിതളോ ഒളിമിന്നും പുഞ്ചിരിയായി, ചിന്നും പൂമഴയോ നിൻമൊഴിയോ, ചെല്ലക്കാറ്റല നീ പൊന്നില്ലി കാടായി ഞാൻ ഒന്നായി ചേർന്നിടുവാൻ ഉൾക്കൊതിയായി, അനുരാഗത്താലേ ഒരു മേഘത്തുണ്ടായി ഞാനും മഴ കൊള്ളുവാനായി വന്നവളെ. അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ, അഴകേ 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 എന്നിൽ. ഇനി ഒരിക്കലും നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല സൂര്യ. അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അഴകേ സൂര്യ, അറിയാലോ, ഇപ്പോഴും എന്റെ സ്വപ്നങ്ങളും പ്രാരാബ്ദങ്ങളും ബാക്കിയാ. അതുകൊണ്ട് കുറച്ചുനാൾ കഴിഞ്ഞേ നമ്മൾ വിവാഹിതരാവും. സമ്മതിച്ചോ? അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ, അഴകേ 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 എന്നിൽ നിന്നും പോകാതെ, അഴകേ അഴകേ അഴകേ. ചുരുങ്ങിയത് ഒരു 4 വർഷം ഭാനുവിനെ പഠിപ്പിക്കണം, അവളെ ഡോക്ടറാക്കണം. അതൊക്കെ എന്റെ അച്ഛന്റെ സ്വപ്നോ. അതെനിക്ക് നിറവേറ്റണം. ഡോക്ടർ ആവാൻ 4 വർഷം മതിയെന്ന് തന്നോട് ആരാ പറഞ്ഞത്? 4 വർഷമാകുമ്പോ അവള് സേഫ് ആവും, പിന്നെ പേടിക്കണ്ടല്ലോ. പ്ലീസ് സൂര്യ, എനിക്ക് വേണ്ടി നീ അത്രയും കാത്തിരിക്കില്ലേ? ഓക്കെ ഭാവന, തനിക്ക് വേണ്ടി 4 അല്ല, ഇനി എത്ര വർഷം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. പോരെ? തന്റെ മനസ്സെനിക്ക് തന്നില്ലേ? അതിലും വലിയ സന്തോഷം ഇനി എനിക്ക് കിട്ടാനില്ല. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോ ഭാവന. ഞാനുണ്ടാവും, ഒരു നിഴല് പോലെ നിന്നോടൊപ്പം. സൂര്യ, ഇന്നത്തെ ദിവസം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും.
സൂര്യ, ഞാൻ കുറച്ച് ഓവറാകുന്നുണ്ടോ? ഏയ്, സത്യം പറഞ്ഞ ഇതൊക്കെ താൻ തന്നെയാണോ പറയുന്നതെന്നാ ഞാൻ ആലോചിച്ചത്. അതെ, എന്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാനാണ് ഞാൻ വന്നത്. ഒരുപക്ഷെ പിന്നീട് അതിന് കഴിഞ്ഞില്ലെങ്കിലോ? എന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന സൂര്യയുടെ മുന്നേ ഇനി എനിക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. താൻ എന്തൊക്കെയായി പറയുന്നത്? തന്റെ പറച്ചിൽ കേട്ടാ തോന്നും താൻ ദൂരെ എവിടേക്കോ പോവാൻ പോകുന്നു. അതെ സൂര്യ, ചിലപ്പോ എനിക്കൊരു യാത്ര പോകേണ്ടി വരും. അതിനു മുമ്പ് എനിക്ക് സൂര്യയോട് ആ സത്യം പറയണം. ഇനിയും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എന്റെ സൂര്യയോട് ഞാൻ ചെയ്യുന്ന വഞ്ചനയായിരിക്കും ഇത്. സൂര്യ, ഞാൻ ഈ പറയുന്ന കാര്യം കേട്ട് കഴിയുമ്പോൾ ഇതുവരെ സൂര്യക്ക് എന്നോടുണ്ടായിരുന്ന ഇഷ്ടവും സ്നേഹവും ഒന്നും ചോർന്നു പോകരുത്. പകരം നീ എനിക്ക് തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചോളാം. എന്താ ഭാവന, എന്താ ഇത്രയും വലിയ കാര്യം? തന്റെ പറച്ചിൽ തന്നെ എന്തോ പന്തികേടുണ്ടല്ലോ. അതെ, സൂര്യ പറഞ്ഞത് ശരിയാ. ഇതല്പം പന്തികേടുള്ള കാര്യം തന്നെയാ. സൂര്യ, എനിക്ക് സൂര്യയോട് പറയാനുള്ളത് ധ്രുവനെ കുറിച്ചാ. ധ്രുവനെ കുറിച്ച്? അതെ, നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന ധ്രുവൻ ഇനി ഒരിക്കലും മടങ്ങി വരില്ല. മടങ്ങി വരാൻ ധ്രുവൻ എന്ന് ജീവിച്ചിരിപ്പില്ല സൂര്യ. അതെ സൂര്യ, ഞാൻ പറഞ്ഞത് സത്യ. ധ്രുവൻ ഇന്നീ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. ഭാവന, നീ എന്തൊക്കെയായി പറയുന്നേ? സത്യമാണ് സൂര്യ, ഞാൻ ഒരിക്കലും നിന്നോട് കള്ളം പറയില്ല. ഈശ്വര, ഞാൻ എന്തായി കേട്ടത്? എന്താ എന്താ ഉണ്ടായത്? ആരാ അവനെ കൊന്നത്? ഭാവന, നീ എത്ര നിസ്സാരമായിട്ടാ ധ്രുവൻ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞത്? ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല സൂര്യ, പക്ഷെ ഞാൻ ഈ പറഞ്ഞത് സത്യം. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തതാ നടന്നത്. മനഃപൂർവ്വം അല്ലെങ്കിലും സൂര്യ, ധ്രുവൻ കൊല്ലപ്പെട്ടത് സത്യമാണ്. ഭാവന, എന്താ ഉണ്ടായത്? എന്നോട് പറ. ഒന്ന് റിസപ്ഷന്റെ ദിവസം ഭാനു വിളക്കെടുക്കാനായിട്ട് റൂമിലേക്ക് പോയപ്പോ